ഇനി നമ്മൾ 224 കടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് തലസ്ഥാന നഗരം എന്ന പേര് ശരിക്കും ചേരും. പക്ഷേ ആ തല കുഴികളുടെ തലസ്ഥാനം എന്ന് മാറ്റി പറയേണ്ടി വരുമെന്ന് മാത്രം. കാരണം അത്രയേറെ ഗതികെട്ട അവസ്ഥയിലാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ. കേരളത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പറയും 6 മാസം മഴയും 6 മാസം വെയിലും. അതായത് ഇവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും നമ്മളൊരു വീട് വയ്ക്കണമെങ്കിൽ പോലും ഈ മഴയുടെ വരവും ഒക്കെ കണക്കാക്കിയാണ് പണി ക്രമീകരിക്കുക. പക്ഷേ അതൊന്നും ബാധകമേ അല്ല എന്ന മട്ടം കിട്ടുന്ന സമയത്ത് പണിയുക, അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ പണിയാതിരിക്കുക, ഇങ്ങനെയുള്ള തോന്നുംപടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ കൊടും മഴ സമയത്ത് പോലും റോഡ് പണികൾ ബാക്കി കിടക്കുന്ന അവസ്ഥയിലേക്കും അത് ചെളിക്കുളങ്ങളായി അപകടക്കുഴികളായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ തലസ്ഥാന നഗരവാസികൾക്കെല്ലാം അറിയാം ഏത് വഴി, ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോയാൽ ഏത് വഴി പോയാൽ എത്താമെന്ന് കൂടി അറിയില്ല, ഏതൊക്കെ വഴി പോയാൽ തിരിഞ്ഞു വരണം, ഏതൊക്കെ വഴി പോയാൽ കുഴിയിൽ വീഴും എന്നറിയില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് അത്രയേറെ ഗതികെട്ട അവസ്ഥയിൽ ജനങ്ങൾ പോലും പറയുന്നു, ഒന്ന് വേഗത്തിൽ തീർത്ത് തരുമോ എൻ്റെ പൊന്നു കോർപ്പറേഷൻ അല്ലെങ്കിൽ സർക്കാരെ എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്. നമുക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത വഴിയുണ്ട് വഞ്ചിയൂർ, ഏറ്റവും കൂടുതൽ കോടതിയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്. ഇതിലേക്കൊക്കെ ആളുകൾ പോകുന്നൊരു വഴിയാണ്, ഒരു 800 മീറ്റർ മാത്രം ദൂരമുള്ള വഴി. പക്ഷേ ആ വഴിയുടെ അവസ്ഥ ഇപ്പോഴൊന്ന് കാണണം. അമൽ തെനമ്പറമ്പിൽ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അമലെ, നമ്മളിത് പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഇന്നലെ പോലും വളരെ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്താണ്. കാരണം ആളുകൾ അത്രയേറെ ഗതികെട്ട അവസ്ഥയിലാണ്. ഇനി 2 ആഴ്ച കഷ്ടിയുള്ളൂ സ്കൂൾ തുറക്കാൻ. ഈ കൊച്ചുപിച്ച അടക്കം എല്ലാ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകണം. ആ സമയത്ത് ഈ റോട്ടിലൂടെയൊക്കെ എത്രയോ സ്കൂൾ ബസ്സുകൾ വരുന്ന സമയമാണ്. ഈ 2 ആഴ്ച കൊണ്ട് ഇനി ഇതൊക്കെ മാറി മറിയും, ഇതൊക്കെ വല്ലതും മാജിക്ക് കാണിച്ചാൽ മാത്രമേ ഇതൊക്കെ നല്ല റോഡായി ഇനി 2 ആഴ്ച കൊണ്ട് മാറ്റാൻ കഴിയും. ആ പണിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അധ്വാനത്തെ പൂർണ്ണമായും വിലമതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ സമയബന്ധിതമായി ഇതൊക്കെ ഏകോപിച്ച് കൊണ്ടുപോകാനുള്ള ആളുകളില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അമലൊന്ന് പറയാം, ആ വഴിയൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കും. തലസ്ഥാന നഗരവാസികൾക്ക് അറിയാം, മറ്റുള്ളവർ കൂടി കാണട്ടെ. ദിവിഷ, ഞാൻ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതി. അത് അത്യാവശ്യം തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആളുകളും മലയാളികളെല്ലാം തന്നെ കേട്ടിട്ടുള്ള ഒന്നാകും. അതിൻ്റെ കവാടമാണ് കാണുന്നത്. അവിടെ നിന്നും ഇനി ജനറൽ ആശുപത്രി, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കഴിഞ്ഞാലുള്ള ആശുപത്രി ജനറൽ ആശുപത്രി, അവിടേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഇത് തകർന്നു കിടക്കുന്നു എന്ന വാർത്ത ഇനി ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ തല്ലണ്ടാമാവാ, ഞാൻ നന്നാകില്ല എന്നൊരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മൾ വാർത്ത ചെയ്ത് മടുത്തു. ഇവരെ നാട്ടുകാർക്ക് മുഴുവൻ ഇവിടുത്തെ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായി, പക്ഷേ അധികൃതർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഈ വഴി മുന്നോട്ട് ഒന്ന് നടന്നു നോക്കാം. ഇത് തുടക്കമാണ്. ഈ ഞാൻ നിൽക്കുന്നത് ശ്രീ തിരുനാൾ ഗ്രന്ഥശാലയ്ക്ക് തൊട്ട് മുന്നിലായി, കോടതിക്ക് തൊട്ട് മുന്നിലായി ജംഗ്ഷനിലുള്ള കുഴിയാണ് ആ കാണുന്നത്. അവിടെ വെള്ളം ഇങ്ങനെ, പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേതുപോലെ ഇവിടെ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നില്ല, ഒഴുകി പോകുന്നുണ്ട്. അത് ഏതൊക്കെയോ ഓടയിൽ കുഴി വെള്ളത്തിന് തോന്നുന്നത് പോലെ ഒഴുകി പോകുന്നുണ്ട്. അല്ലാതെ ഇവർ ഒരുക്കിയ ക്രമീകരണത്തിൻ്റെ ഗുണം കൊണ്ട് ഒഴുകി പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിലൂടെ വെള്ളം കയറി ഒഴുകുന്നു. സമാധാനപരമായി ഇതിലെ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചില വാഹനങ്ങളൊക്കെ ചിലർ ഹെവി റിസ്ക് എടുത്ത്, അതായത് ഈ നമ്മൾ മഡ് റേസും ഒക്കെ കാണുമല്ലോ, ഇല്ലെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ റേസിങ്ങിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഹെവി റിസ്ക് എടുത്ത് പോരുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ വളരെ കുറച്ച് പേർ മാത്രം വാഹനവുമായി ഇതുവഴി കടന്നു വരുന്നുണ്ട്. സാധാരണ നിലയിൽ വാഹനവുമായി പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെ വെള്ളം റോഡ് വഴി കയറി ഒഴുകുകയാണ്. ഇത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ എന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പൊളിച്ചിട്ടിട്ട് ഒരുപാട് കാലമായി. നന്നാക്കാനുള്ള പണി വിഷ്ണു, ഇത് നമ്മുടെ വിഷ്ണു ഉണ്ട്. ഏതാ വിഷ്ണു? ഞാൻ ഈ വഴി കാണിക്കാൻ ഇറങ്ങിയതാണ്. വിഷ്ണു ഒരു അനുഭവം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. വിഷ്ണു ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ കൺമുന്നിൽ തല്ലിയലച്ച് റോട്ടിൽ വീണിരുന്നല്ല, നാണം കൃത്യതല്ല വിഷ്ണുവേ. ഒരു അനുഭവത്തിനാണല്ലോ വിഷ്ണു, നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയാണ്. ആ കഥയെന്ന് പറഞ്ഞത് അത് നമ്മളൊരു നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണല്ലോ നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം പറ്റിയൊരു അബദ്ധമാണ്. കാര്യം അബദ്ധമെന്ന് പറയാൻ പറ്റില്ല. കാര്യം അന്നേ ദിവസം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് JCBയിൽ സാധനങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിക്കടിയിൽ പോകണ്ട. ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുറേ കാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങുന്നു. മറ്റേ മത്സ്യഫെഡിലോ വല്ലതും പറഞ്ഞിട്ട് കുറച്ച് മീൻകുഞ്ഞുങ്ങളെ മേടിച്ചിടുകയാണെങ്കിൽ പിന്നീട് വലുതാകുമ്പോൾ പിടിക്കുകയും ചെയ്യാൻ തോന്നുന്നു. ഇനി മഴക്കാലമല്ല വേണം, അപ്പോൾ വെള്ളം പറ്റി പോകുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇതിങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഇവിടെ വാഹനങ്ങൾ കയറാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പരിസരത്തേക്ക് വരാൻ പോലും പറ്റാത്ത അത്ര പ്രതിസന്ധിയുണ്ട്. കടകളൊക്കെ കാണുന്നുണ്ട്. കടകളിലേക്കൊക്കെ പോകണമെങ്കിൽ അഭ്യാസം പഠിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഒറ്റ വരി പാലത്തെ കൂടിയൊക്കെ കടന്നു പോകേണ്ട അവസ്ഥയാണ്. വിഷ്ണു എത്ര കാലം, കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ വിഷ്ണു, എത്ര നാളായിട്ട് ഈ കിടപ്പ് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു? ഞാൻ 2020 തിരുവനന്തപുരത്ത് വന്നതാണ്. ഇതിപ്പോൾ 4 വർഷമായി. കോവിഡ് കഴിഞ്ഞ്
എല്ലാം അടച്ചിട്ട് തുറന്നു വരുന്നൊരു സമയമാണ്. അന്ന് മുതൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ റോഡിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിപ്പോൾ സ്മാർട്ട് റോഡാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ തവണ ഇതിപ്പോ തന്നെയാണ് നല്ല സ്മാർട്ടായിട്ടുള്ള റോഡാണ്. ഇനിയിപ്പോൾ നമുക്ക് മീൻ വളർത്താം, വേണമെങ്കിൽ നീന്തി കുളിക്കാൻ പറ്റില്ല, കാരണം നല്ല വെള്ളമില്ലാത്തത് കൊണ്ടേ എന്താ അസുഖം വരുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ വിഷ്ണു, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇതിൽ നടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം കല്ലിട്ട് ഇതുപോലെ മിറ്റലിട്ട് നിരത്തി എല്ലാ പണികളും പൂർത്തിയാക്കി ടാർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിലത്തെ പ്രോസസ്സ് വരെ എത്തി നിന്നതാണ്. പിന്നീട് ഇതേ വീണ്ടും കുഴിക്കുന്നമാര് എന്തിനാന്ന് വല്ല പിടിയും കിട്ടുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മാർച്ച് 20-ന് തീരും, മാർച്ച് 15-ന് തീരും, 24-ന് തീരും എന്ന് പറഞ്ഞിരുന്ന പണിയായത്. ഇപ്പോഴും ഇതിന്റെ പകുതി പോലും ആയിട്ടില്ല. ഇതാണ് ദിവസങ്ങളായി ഈ കുഴികൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ പോലും അതെ എല്ലാം ടാറിനുള്ള ഏറ്റവും അവസാന ഘട്ടം വരെ എത്തി. വീണ്ടും ചോദിച്ചപ്പോൾ പൈപ്പ് പൊട്ടിയെന്നാണ് പറഞ്ഞത്. അവർക്ക് നിവൃത്തിയില്ല, പണിക്കാർക്ക് അത് ചെയ്തേ പറ്റൂ. അവരുടെയും അവസ്ഥയാണ്, അവരുടെയും നിവൃത്തികേടെന്ന് പറയാം. നമുക്കൊപ്പം ശ്രീ ചാല ദിലീപ് ഉണ്ട്. അദ്ദേഹം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ ഈ വഞ്ചൂർ നിവാസിയായ അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ കൂടിയുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ പുതിയ പഴയകാലം അല്ലെങ്കിൽ ബാല്യകാലം തിരിച്ചു വന്നതിനെ കുറിച്ചുള്ള ഒരു രസകരമായ പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ശിവശങ്കർ, വല്ലാത്ത അവസ്ഥ തന്നെയാണ് വഞ്ചൂർ നിവാസികൾക്ക് പ്രത്യേകിച്ചും, പിന്നെ വഴുതക്കാട് പല സ്ഥലങ്ങളിലും. എന്ന് ശരിയാകും അല്ലേ? എനിക്കോട് ഈ മഴക്കാലം മുഴുവൻ നമ്മൾ ഈ ചെളിയിലും കുഴിയിലും വീഴേണ്ട അവസ്ഥയായിരിക്കും. അദ്ദേഹം എൻ്റെ മറുപടി നമ്മുടെ റിപ്പോർട്ടർ അദ്ദേഹം തന്നെ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി പല കാര്യങ്ങളും മാതൃകാപരമായി ചെയ്യുന്നുണ്ട്. ആ ആളുകളൊക്കെ തന്നെ ഇവിടെയുള്ള ആളുകളാണ്, അവർക്കെല്ലാം അറിയുന്ന ആളുകളുമാണ്. പക്ഷേ ഒന്ന്, ഈ നേരത്തെ പറഞ്ഞതുപോലെ പല വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ, പിന്നെ ചില കാര്യങ്ങളൊക്കെ എന്നെന്നും പണിക്കുള്ള സ്കോപ്പായി മാറ്റി നിർത്തിയാൽ മാത്രമേ കാലാകാലങ്ങളിൽ അതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ഒരു ഓൺ ടൈം സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്കോപ്പില്ല. അതുകൊണ്ട് പല സംഗതികളും നമ്മുടെ നഗരത്തിൽ പല ഭാഗത്തും എപ്പോഴും ഒരു വരുമാന സ്രോതസ്സായി നിലനിർത്തണമെന്ന് പലർക്കും താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ. ഇപ്പോൾ ആ റിപ്പോർട്ടർ അദ്ദേഹവും ഇതിൽ പറഞ്ഞതുപോലെ തന്നെ പല പ്രാവശ്യം വാർത്ത ചെയ്യാം, നമുക്ക് വാർത്തയ്ക്ക് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിലൊരു വാർത്തയാക്കാം എന്നുള്ളതല്ലാതെ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒരു മനുഷ്യൻ്റെയും മനസ്സ് മാറാൻ പോകുന്നില്ല. പിന്നെ അപകടം പറ്റാതെ പോവുക, പിന്നെ എന്താണ് ആ അപകടത്തിലും എന്തെങ്കിലും സന്തോഷിക്കാനുള്ള വക നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഞ്ചൂർ കോടതി പരിസരത്തിൻ്റെ 4 ചുറ്റും ഒഴുകുന്നത് ശരിക്കും പറഞ്ഞാൽ മാൻഹോൾ, ഡ്രെയിനേജിൻ്റെ മാൻഹോൾ വഴി പുറത്തു വരുന്ന വെള്ളമാണ്. അത് ഏത് ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ജില്ലാ ജഡ്ജിമാരും എല്ലാവരും കണ്ടുകൊണ്ട് പോകുന്നതാണ്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോടതിക്കുള്ളിലാണെങ്കിലോ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും വെള്ളമാണ്. ഒന്നുകിൽ ഡ്രെയിനേജ് വെള്ളം ചവിട്ടി കോടതി പരിസരത്തെത്തുക, അവിടെ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് കോടതിയിലെത്തുക. അപ്പോൾ ഒന്നുകിൽ പ്രാക്ടീസ് മതിയാക്കി വീട്ടിയിരിക്കുക, അല്ലെങ്കിൽ ഈ ഡ്രെയിനേജ് മാലിന്യത്തിൽ ചവിട്ടി കോടതിക്കകത്തുള്ള വെള്ളത്തിൽ പനി പിടിക്കാൻ തയ്യാറാവുക എന്നതായിരിക്കും അല്ലേ? പ്രാക്ടീസ് നിർത്തി വീട്ടിലിരിക്കാനും പറ്റില്ല, പനി പിടിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ രോഗങ്ങൾ പിടിക്കാൻ തയ്യാറാവുക എന്ന് പറയാൻ ഇതൊന്നും നമുക്ക് കോടതിയിലോ അല്ലെങ്കിൽ കക്ഷികളോടോ പറയാൻ കഴിയുന്ന സംഗതി കഴിയില്ല. അതെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരും. ഇപ്പോൾ ശ്രീ ചാല മോഹൻ ഉണ്ട്. ശ്രീ ചാല മോഹൻ, ചാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയേറെ തിരക്കുള്ള സ്ഥലങ്ങളാണ്, എത്രയോ ആളുകളുടെ ജീവിത മാർഗമാണ് ആ കേന്ദ്രം. വെള്ളം നിറയുന്നു, ചെളിവെള്ളം നിറയുന്നു, കച്ചവടങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നു, അവിടെ വരുന്നവർക്ക് എന്ത് അസുഖം വരുമെന്നറിയില്ല. ഇത് എത്ര കാലമായാലും, എത്രയോ മഴവെള്ളം പെയ്തൊഴിഞ്ഞ് അങ്ങ് അറബിക്കടലിലെത്തി. പക്ഷേ നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്കൊരു ഓടയോ മര്യാദയ്ക്കുള്ള റോഡ് ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ കുറ്റമാണ്? കേൾക്കാമോ ശ്രീ മോഹൻ, അങ്ങേക്ക് കേൾക്കാമോ? അദ്ദേഹത്തിന് കൃത്യമായി കേൾക്കുന്നില്ലേ എന്ന് സംശയം. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ ചാലയിലെ കാര്യങ്ങളൊന്ന് നേരിട്ട് പറയാനായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ച്. നമുക്ക് അദ്ദേഹത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ അങ്ങേക്ക് അറിയാം, ചാലയെ അറിയാം അല്ലേ? ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു റോഡ് പണിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഏപ്രിൽ പകുതി അല്ലെങ്കിൽ പോട്ടെ മെയ് ആദ്യ ആഴ്ചയിലെങ്കിലും
നിലവിലെ ഒരു സാഹചര്യത്തെ മറികടക്കും. ഇപ്പോൾ കൂടുതൽ പണികളുണ്ടെങ്കിൽ മാറ്റിവെക്കാം, പക്ഷേ ഈ കാലവർഷം കഴിയുന്നിടം വരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന നിലയിൽ അത്യാവശ്യം സ്കൂൾ കുട്ടികൾക്ക് വണ്ടി പോകാനും ഒക്കെ കഴിയുന്ന നിലയിലെങ്കിലും പണി പൂർത്തീകരിക്കാനുള്ള അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വേണമല്ലോ ഈ ജോലി. ഇപ്പോൾ മേയറും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ് മാർച്ച് 24 അതാണ് പൂർത്തിയാകുന്ന ഏറ്റവും അവസാനത്തെ റോഡിൻ്റെ ഡെഡ് ലൈനാണ് പറഞ്ഞത്, മാർച്ച് 24. അതിന് മുമ്പേ ബാക്കി റോഡുകളൊക്കെ പൂർത്തിയാകുമെന്ന് പറഞ്ഞാണ്. എന്നാൽ ഇത്രയും സംഭവം ഉണ്ടായിട്ടൊന്ന് പ്രതികരിക്കാൻ ഇതെന്താണ് സംഭവം? അപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയെടുത്ത് ഇപ്രാവശ്യം വെള്ളം കയറിയിട്ടില്ല എന്നതാണ് വിജയമന്ത്രമായി പറയുന്നത്. ഇത് നമുക്ക് ഈ ജോലിക്കാരെയോ കോൺട്രാക്ടർമാരെയോ കുറ്റം പറയാനില്ല. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ 2 വഴിയും ബ്ലോക്കാണ്. അപ്പോൾ അവിടെ പണിയുന്ന അവരോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോഡ് ഓപ്പൺ ചെയ്തിട്ടിട്ട് പണിതൂടെ? അപ്പോൾ അവർ പറഞ്ഞത് ആ റോഡ് പണിയുന്ന ഞങ്ങളല്ലല്ലോ എന്നാണ്. അപ്പോൾ 800 മീറ്റർ വേറൊരു കോൺട്രാക്ടർ, അടുത്ത 500 മീറ്റർ വേറെ കോൺട്രാക്ടർ, ഇവർ തമ്മിൽ യാതൊരു ഏകോപനവുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺട്രാക്ടർമാർക്ക് പണി കൊടുക്കേണ്ടി വരുന്നത്, ഇങ്ങനെ ജനങ്ങൾക്ക് പണി തരേണ്ടി വരുന്നത്? അദ്ദേഹം ഈ ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നതിനോടൊപ്പം വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് ഈ ചെയ്യുന്ന ആളുകൾക്കൊന്നും ആരെയും പേടിക്കാനില്ല എന്നൊരു മനോനിലയാണുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അതായത് കോൺട്രാക്ട് എടുത്തിട്ടുള്ളവരാണെങ്കിലും അവരെ സംരക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ ചോദ്യം ചെയ്യേണ്ട ആളുകളെക്കാൾ മേളിലുള്ള ആളുകളാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും പേടിക്കണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റാളുകളോ ഇതിനെതിരെ സംഘടിതമായി പ്രതിഷേധിക്കുന്നൊരു സാഹചര്യവും തൽക്കാലം തിരുവനന്തപുരത്ത് നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കണ്ട എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ 2 വഴിയും അടച്ചു കെട്ടി പണി ചെയ്താൽ പോലും മാതൃഭൂമി ചാനലിൻ്റെ മുന്നിലാണെങ്കിൽ പോലും അത് പ്രശ്നമില്ല എന്നുള്ളൊരു ധൈര്യം വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ കോൺട്രാക്ടർമാർക്ക് ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷേ അത് മേൽനോട്ടം വഹിക്കുന്നവർക്ക് പോലും ആ ഭയപ്പാടില്ല. കാരണം അവരെയും സംരക്ഷിക്കാൻ മറ്റാളുകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതിയുണ്ട്. അദ്ദേഹം നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ തകരപ്പറമ്പ് ഭാഗത്തുള്ള ആ ഒരു മാലിന്യ നീക്കം അല്ലെങ്കിൽ അത്തരത്തിൽ ആ തോടിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുക തുടങ്ങിയ സംഗതികൾ കണ്ടിട്ടുണ്ടാവും. ഇത് എപ്പോൾ നോക്കിയാലും അറിയാം. ഒന്നുകിൽ അതിൻ്റെ അരികെ ഇടിച്ചിട്ട് മാലിന്യം കോരി റോഡിലിടുന്നു, അതവിടെ റോഡിൽ ഒഴുകി പരക്കുന്നു. രണ്ടാമത് ആ മതിൽ തന്നെ ഇടിഞ്ഞ് അതിനകത്തേക്ക് വീഴുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മതിൽ പുതുതായി കെട്ടുന്നു. ഞാനൊരു 10-30 വർഷമായിട്ട് പോകുമ്പോഴെല്ലാം തന്നെ മിനിമം ആ സ്ട്രെച്ചിൽ എന്തെങ്കിലും ഒരുതരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശാശ്വതമായ ഓൺ ടൈം സൊല്യൂഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അത്തരം സംഗതികളൊക്കെ നഗരത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ തന്നെ നിലനിർത്തണം. ഒരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഡർ പോലും വിളിക്കാതെ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്നും പ്രയോജനം ഉണ്ടാക്കണമെന്നൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പല ആഗ്രഹങ്ങളുമുള്ള ആളുകളുണ്ട്. അങ്ങ് കണ്ടോ, നെറ്റ് വെച്ച് കുറെ കാലം മറച്ചിരുന്നു ആ ഭാഗം, പിന്നെ ആ നെറ്റ് പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ ഇന്നലെ ഞാൻ അതിൽ പോയപ്പോൾ ഈ അവിടുത്തെ വേസ്റ്റ് എല്ലാം ചാക്കുകളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ, അതെങ്കിലും ആശ്വാസമാണ്. ഞാൻ നേരത്തെ ശ്രീ മോഹൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ചാല ദിലീപ്, ക്ഷമിക്കണം ഞാൻ പേര് തെറ്റായി പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു. ശ്രീ ദിലീപ്, ചാല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാർഗം ഉള്ള സ്ഥലമാണ്. എത്ര കാലമായി നിങ്ങൾ ഈ മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഈ ചെളിയിൽ കഴിയേണ്ട അവസ്ഥ? ഒരു ജനപ്രതിനിധി പോലും വന്ന് ഇത് പരിഹരിക്കാമെന്ന് വെറുതെയെങ്കിലും വാക്ക് തരാറുണ്ട്? അതായത് 600 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പോളമാണ് ഈ ചാലക്കമ്പോളം. ഈ ചാലക്കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ സർവ്വ ചെറുകിട വ്യാപാരികളെല്ലാം ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇന്ന് ഈ കാണുന്ന വലിയ കോർപ്പറേറ്റ് മാളിനേക്കാളും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പോളമാണ് ചാലക്കമ്പോളം. ഈ കമ്പോളത്തിലോട്ട് ഈ വരുന്ന സർക്കാരുകൾ, അതായത് 10-45 വർഷം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഒരു മുന്നണിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. അപ്പോൾ ആ മുന്നണിക്ക് എന്തുകൊണ്ട് ഈ ചാലയിലെ തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്രയും വലിയ ഫണ്ടും കാര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് നല്ലതുപോലെ കൊണ്ടുപോകാൻ തോന്നുന്നില്ല? ഈ ഒരു മഴ, കാര്യം ഞങ്ങൾക്ക് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി വന്നപ്പോൾ ചാലയിലെ വ്യാപാരികളും തിരുവനന്തപുരം ജില്ലയിലെ ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വിജയിച്ചാൽ കമ്പോളത്തിൽ കച്ചവടം കൂടുതൽ നടക്കും, നമ്മുടെ തിരുവനന്തപുരം സിറ്റി നല്ല ഒരു വികസന രീതിയിലോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വ്യാപാരികളെല്ലാം പൂർണ്ണ സപ്പോർട്ടാണ് ഈ ഗവൺമെൻറ്റിനും സ്മാർട്ട് സിറ്റിക്ക് ഞങ്ങൾ കൊടുത്തത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാതെ പല കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് 1-2 മാസം കൊണ്ട് വർക്കുകൾ തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണി ആരംഭിച്ചത്. പക്ഷേ ഈ പണി ആരംഭിച്ചപ്പോൾ ഈ കോൺട്രാക്ടർമാരെല്ലാം വളരെ സ്പീഡായിട്ട് ആദ്യത്തെ ഒരാഴ്ച വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ 2-3-4 പണിക്കാർ വെച്ചിട്ടാണ് ഈ മാസങ്ങളോളം ഈ വർക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വർക്ക് നീട്ടിയാൽ കോൺട്രാക്ടർമാർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമോ, അതല്ല എങ്കിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഇത്രയും ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ചാലയിൽ ഉണ്ടായിട്ടില്ല.
ആ രീതിയിലുള്ള ഓരോ കടകളിലും മൈദ, പഞ്ചസാര, പരിപ്പ്, കരിപ്പട്ടി, ശർക്കര ഇതെല്ലാമാണ് കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സർക്കാരിനെയോ ഈ കോർപ്പറേഷനെയോ ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, ഞങ്ങളുടെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ കമ്പോളത്തിലെ വ്യാപാരികൾ, സർക്കാരിന് പണം വേണമെങ്കിൽ വ്യാപാരികൾ വേണം. ഈ വ്യാപാരികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ വ്യാപാരികളുടെ ഉദാഹരണത്തിന് വ്യാപാരികളുടെ ലൈസൻസിന് പോകുമ്പോഴത്തേക്ക് ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞ് 2400 രൂപ കൊടുത്താലേ ലൈസൻസ് പുതുക്കി തരുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ വേസ്റ്റും കാര്യങ്ങളും എല്ലാം അവർ വന്ന് വാരിക്കൊണ്ട് പോകുന്നതാണ്. എന്നാൽ അവർ പോലും വരാതെ മാസത്തിലൊരിക്കൽ വരികയും വ്യാപാരികളെ നിന്നും മാസം 200-300 വെച്ച് വാങ്ങിക്കൊണ്ട് പോവുകയെ ഈ വേസ്റ്റുകളെല്ലാം ഓടയിലാണ് ഇവർ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. ഈ ഓട അടഞ്ഞാണ് ഈ കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഓട വെട്ടിപ്പൊളിച്ച് പണികളും നീങ്ങുന്നില്ല. വല്ലാത്തൊരു ദുരിതത്തിലാണ് തിരുവനന്തപുരത്തെ വ്യാപാരികൾ. എന്തിനും ഏതിനും വ്യാപാരികളുടെ അടുത്തേക്കാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എന്തിനും ഏതിനും ചെല്ലുക അങ്ങോട്ടാണ്. പക്ഷേ അവരാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. എല്ലാവരും ഒരുമിച്ച് സ്മാർട്ട് സിറ്റി ആകട്ടെ, നമ്മൾ സ്മാർട്ട് ആകട്ടെ എന്ന് പറഞ്ഞ് പിന്തുണ നൽകിയിട്ട് അവസാനം സ്മാർട്ടുമല്ല, അത്യാവശ്യം ആവറേജ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പോലും പറ്റാത്ത ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന ആ ചാലയിലെ കാര്യങ്ങൾ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇരുവരും തുടരുക ദയവായി. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. കുഴിസ്ഥാനമായി മാറിയ തലസ്ഥാന നഗരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ചാല ദിലീപും ശ്രീ അഡ്വക്കേറ്റ് ശിവശങ്കറുമാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ശ്രീ ദിലീപ്, അങ്ങേലേക്ക് തന്നെ വരാം. കാരണം മഴയത്ത് നിന്ന് നമ്മളോട് കാര്യങ്ങൾ പറയല്ലേ. ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ പോട്ടെ, വലിയ പണിയാണല്ലോ. ശരി, നമുക്കറിയാം, നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവൊക്കെ മലയാളികൾക്കുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ പണിയുമ്പോൾ ഇത് വരാൻ പോകുന്ന കാലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്പം ക്ഷമിക്കൂ അല്പം സഹിക്കൂ എന്ന് എഴുതി വെച്ചിരുന്നു. നമ്മൾ സഹിക്കാം. 1 വർഷമോ 2 വർഷമൊക്കെ ബുദ്ധിമുട്ടിയാൽ നല്ല റോഡ് വരുമെന്ന ആശ്വാസം നമുക്ക് ഓക്കെയാണ്. ശരി, പക്ഷേ അറ്റ്ലീസ്റ്റ് ഓട വൃത്തിയാക്കുക എന്നൊരു മിനിമം പരിപാടി ഉണ്ടല്ലോ നമ്മുടെ എല്ലാ മഴക്കാലത്തിന് മുൻപും. അതെങ്കിലും ചാല പ്രദേശത്ത് വൃത്തിയായി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കൈതമുക്കിൽ 2 ദിവസം കുറച്ച് മണ്ണ് വാരി ഇട്ടിട്ടുണ്ട്. അതായത് അടുത്ത മഴയ്ക്ക് ആ മണ്ണ് നേരെ കാനയിൽ വീഴും. ഈ സമയം മഴ പെയ്ത് തുടങ്ങുമ്പോഴല്ലോ ഓട വൃത്തിയാക്കുക. അതിന് ഒരു 2 ദിവസം മുമ്പെങ്കിലും ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തികൾ ചാലയിലോ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഈ വ്യാപാര കേന്ദ്രങ്ങളുടെ ഭാഗത്ത് നടന്നിട്ടുണ്ടോ? ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ചാലക്കമ്പോളത്തിൽ ഇത്രയും വലിയ മഴയും കാര്യങ്ങളും വരും, പ്രളയതുല്യമായിട്ടുള്ള മഴ വരുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ നമുക്ക് പത്രപ്രസ്താവനകളൊക്കെ തന്നതാണ്. പക്ഷേ ഈ കോർപ്പറേഷൻ, സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഉണ്ടോ എന്നൊരു സംശയമാണ്. കാര്യം ഒരുപാട് കോർപ്പറേഷൻ 40-45 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു മുന്നണി, അവർക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അവർക്ക് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ടിയ യാത്രാ സൗകര്യം, കുടിവെള്ളം, ഡ്രൈനേജ്, ഓടകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം നോക്കിയാൽ ഇവർക്ക് നൂറ്റാണ്ട് കണക്ക് ഇവർക്ക് തന്നെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതുപോലും ശ്രദ്ധിക്കാതെ ഈ മഴയും കാര്യങ്ങളും വരുന്നതിൻ്റെ തലേ ദിവസം ഫണ്ട് കൊടുത്തുകൊണ്ട് ഓട വൃത്തിയാക്കാൻ നോക്കിയാൽ ഈ കമ്പോളത്തിൽ വല്ല നടക്കുന്നതാണ്. ചാലയിൽ പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന കമ്പോളത്തിലെ വ്യാപാര തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ മഴ വരുന്നതിൻ്റെ തലേ ദിവസം ഓടി വന്നിട്ട് അവിടെ വന്ന് കുറച്ച് മണ്ണ് വാരുക എടുക്കുക എന്ന് വെച്ചാൽ അതിന് ഒരാഴ്ചയ്ക്ക് മുന്നെങ്കിലും പണി തുടങ്ങിയാലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ സ്മാർട്ട് സിറ്റിയുടെ വർക്ക് കാരണം എല്ലാ ഓടകളും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ പിറകു സൈഡിലുള്ള 4 കട, ഈ ഓടയ്ക്ക് വേണ്ടി സ്മാർട്ട് സിറ്റി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന 4 കട ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. ഈ കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഉത്തരത്തിലാണ് ഈ കൊത്തുവാൾ തെരുവിലെ കടകളൊക്കെ നിരന്നിരിക്കുന്നത്. അപ്പം ഈ 4 കട താഴുമ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന 8-10 കടകളും മൊത്തം ഇടിഞ്ഞു പോകും. ഇനി ഈ 1-2 ദിവസത്തെ അതിതീവ്ര മഴ വന്നാൽ ഈ കമ്പോളം ചിലപ്പം ഒന്നിച്ച് താഴ്ന്നു പോകും. ആ രീതിയിലാണ് ഇവർ ഭീകരമായ കുഴിയും എടുത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വന്ന് സ്ഥലം സന്ദർശിക്കുകയും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് വന്ന നഷ്ടം സ്മാർട്ട് സിറ്റിയും സർക്കാരും തന്നേ പറ്റൂ. ഓരോ കടകളിലെയും ലക്ഷക്കണക്കിന് നഷ്ടമാണ്. മനുഷ്യനിർമ്മിത ദുരന്തത്തിലേക്കാണ് തിരുവനന്തപുരം നഗരം പോകുന്നതെന്നാണ്. മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് തന്നെ ഇതിനെ പറയാൻ കഴിയും. കാരണം മഴ കൃത്യമായ ഏകദേശം സമയങ്ങളിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു കൃത്യമായ വിവരമൊക്കെ കാലാവസ്ഥാ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഇന്ന ദിവസങ്ങളിൽ മഴ പെയ്യാമെന്ന് ഏകദേശം അത് ഇപ്പോൾ ശരിയാവുകയും ചെയ്യാറുണ്ട്. ഇതിനൊക്കെ മുന്നോടിയായി ജോലി എടുപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക എന്ന് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി മാർച്ച് 24 എന്ന ഡെഡ് ലൈൻ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, മാസം 2 ഇപ്പുറത്തേക്ക് പോകുന്നു. ശ്രീ ദിലീപ്, എന്തായാലും അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 15-ാം തീയതിയാണ് ഫണ്ട് വന്നേക്കണമെന്നാണ് പറഞ്ഞത് കൗൺസിലർമാർക്ക്. ഇത് ഓട പണിയാണ്. ഒരു വിവരം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഒരു വിവരം കൂടെ പറയാം പ്ലീസ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഗാന്ധി പാർക്കിൻ്റെ ആ ചാലക്കമ്പോളത്തിലോട്ട് കയറുന്ന സൈഡിൽ ഈ പുതിയ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് KSRTCയുടെ. അത് കാരണം ഈ കമ്പോളത്തിലോട്ട് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വരാൻ പറ്റാത്ത രീതിയിൽ വലിയ എന്താ പറയാ ചൈന വന്മതിൽ പോലെയാണ് KSRTC ബസ്സുകൾ ശരിയാണ്. ഗാന്ധി പാർക്ക് പല വിധത്തിലാണ് ചാല എന്ന പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പ്രക്ഷോഭം നടത്തിയാലും എന്തൊക്കെ ചെയ്താലും ഈ മഴക്കാലത്ത് ഇനി ഇതിനൊക്കെ കൃത്യമായി പരിഹാരം നടത്താൻ സംവിധാനങ്ങൾക്ക് കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ശ്രീ അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങ് വഞ്ചൂരിലെ കാര്യങ്ങൾ കണ്ടു. ഇത് എത്രയോ കാലമായില്ലേ നമ്മൾ പറഞ്ഞ് ഞാനും മടുത്തു, നിങ്ങളും മടുത്തു, കാണുന്ന പ്രേക്ഷകരും മടുത്തിട്ടുണ്ടാവും. ഇത് ശരിയാകുമെന്ന പ്രതീക്ഷ അടുത്ത കാലവർഷത്തിലെങ്കിലും ശരിയാകുമെന്ന പ്രതീക്ഷയുണ്ടോ അങ്ങേക്ക്? അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഒരു കറക്ഷണൽ മെഷേഴ്സ് വരേണ്ടത്. കേൾക്കാമോ അദ്ദേഹം? സോറി, കേൾക്കാം. ഒന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പൊതുജനം എന്ന് പറയുന്നതാണ്. ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നവർക്ക് അതിനെതിരെ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളോ പ്രതിപക്ഷത്തിൽ പോലുമില്ലാത്ത പാർട്ടികളോ പോലും ഒരു വ്യക്തമായൊരു പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് കണ്ടില്ല. അദ്ദേഹം കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെന്താ കാര്യം? പ്രതിഷേധിക്കാൻ പറ്റാത്ത എന്തോ ഒരു തരം അവസ്ഥയിലാണ് അവരെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൊതുജനം ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടുകിടക്കുന്ന ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ചൊരു കൂട്ടായ്മ ഉണ്ടാകാനും സാധാരണഗതിയിൽ സാധ്യതയില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ പിന്നെ നമുക്ക് ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനാകും. അറിയാമല്ലോ, പണ്ട് കൊച്ചിയിലെ കൊതുകിനെതിരെ പോലും നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇടപെട്ട് ഉത്തരവുകൾ പാസ്സാക്കിയിട്ടുള്ള കോടതികളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ തീർച്ചയായും കോടതിയുടെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന ആ സംഗതിയുടെ 1% ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലുള്ള ഒരു അതോറിറ്റി, ഒരു ഫോറം ഇടപെടേണ്ടുന്നൊരു സംഗതിയാണ്. പിന്നെ വഞ്ചിയൂർ, അദ്ദേഹം പറഞ്ഞു ചാലയിലെ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ തിരിച്ചതിൻ്റെ വേറൊരു വശം പറഞ്ഞു തരാം. ഞാൻ എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ന ദിവസം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് പല കോടതികളിലും വക്കീലന്മാർക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ അത് എന്തിനെയാണ് ബാധിക്കുന്നത്? നീതി നിർവഹണത്തെയാണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ സാഹചര്യം മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ സമസ്ത മേഖലയെയും, തലസ്ഥാന നഗരത്തിന്റെ ജീവനാഡികളായ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ മഴയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ. പക്ഷെ അതിനൊക്കെ കാരണം മഴയല്ല. ഇതൊക്കെ കണ്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പറ്റുന്ന പാളിച്ചയാണ്. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം കോർപ്പറേഷന് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പറഞ്ഞതുപോലെ പ്രതികരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ എന്ന നിവൃത്തികേടും കൂടി വരുന്നു. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ, ശ്രീ ചാല ദിലീപ് ഈ കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചതിന്.